നമസ്കാരം. ശനി ജയന്തി ഈ വർഷം വരുന്നത് ജൂൺ 6-നാകുന്നു. ഈ സമയം നിങ്ങൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. പലപ്പോഴും ശനിയുടെ പ്രാധാന്യം ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ അത് വളരെ വലുത് തന്നെയാകുന്നു. അത്രമേൽ മാറ്റങ്ങൾ ശനി ജീവിതത്തിലേക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് കർമ്മഫലങ്ങൾ നൽകുന്നതായ ദേവൻ തന്നെയാണ് സാക്ഷാൽ ശനി. അത് മാത്രമല്ല, നവഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹവും ശനി തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റം പല വിധത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെല്ലുവിളിയും നന്മയും നൽകുന്നതാകുന്നു. ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്നതിന് 2.5 വർഷം സമയമെടുക്കുന്നു എന്നതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. വൈശാഖ അമാവാസിയിലാണ് ശനി ജയന്തി ആഘോഷിക്കപ്പെടുന്നത്. സൂര്യന്റെ പുത്രനാണ് ശനി എങ്കിലും പലപ്പോഴും ശനിയും സൂര്യനും തമ്മിൽ ശത്രുതയിലുമാണ്. ശനി ജീവിതത്തെ ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ കൊണ്ടുവരുന്നു എന്നതും സത്യമാകുന്നു. എന്നാൽ ശനി ജയന്തി ദിവസം മുതൽ ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ അഥവാ ശനിദേവൻ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എന്നതാണ് വാസ്തവം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രധാനമായും തൊഴിൽപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ, തൊഴിൽ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രയത്നങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. കൂടാതെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതുമാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും സിദ്ധിച്ചേക്കാം. ആദായം പ്രതീക്ഷിക്കാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. തൊഴിൽ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. ഈ സമയം ശനിദേവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ കലാകാരന്മാർക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു. കുടുംബ ബന്ധങ്ങളിൽ സ്വാധീന ശക്തി, തർക്കങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അവിവാഹിതർക്കും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പരമശിവനെ ആരാധിച്ച്, ശനിദേവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. പൂയം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് ശനിദേവന്റെ കടാക്ഷത്താൽ അമാവാസി ദിനവുമായി ബന്ധപ്പെട്ടും വന്നു ചേരുക. ഈ സമയം കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ശരിയായ രീതിയിലുള്ള ജോലി ലഭിക്കുവാൻ അല്ലെങ്കിൽ ഉയർച്ച നൽകുവാൻ സാധ്യതയുള്ള ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രമോഷൻ, സ്ഥാനോന്നതി തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. ആദായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രണയ സാഫല്യത്തിന് സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. വരവും ചെലവും തുല്യമാവുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല യാത്രകളും അനുകൂലമാവുകയും യാത്രകളുമായി ബന്ധപ്പെട്ട് ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ആദായം ലഭിക്കാനുള്ള സാധ്യതകൾ, ലാഭം അല്പം വർദ്ധിക്കുകയോ പുതിയ രീതിയിലുള്ള കരാറുകൾ, ബിസിനസ്സിൽ ഉയർച്ച നൽകുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ആരോഗ്യപരമായി അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾക്ക് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അനുകൂലമാകാം. ധനപരമായ നേട്ടങ്ങൾ പോലും ഇത്തരത്തിൽ വന്നു ചേരാം.
ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ വന്നു ചേരും. പദവികൾ ലഭിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽപരമായോ അല്ലാതെയോ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച അല്ലെങ്കിൽ സംതൃപ്തി നേടുവാൻ സാധിക്കും. കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും പിണക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് പിണക്കങ്ങൾ തീർന്ന് രമ്യതയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അല്പം അയവ് സംഭവിക്കുന്നതായ സമയമാകുന്നു. പല പ്രശ്നങ്ങളും ശരിയായ രീതിയിൽ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ എപ്രകാരം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും തന്മൂലം നേട്ടങ്ങൾ വന്നു ചേരുവാനും സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുവെ ശനിദേവന്റെ കടാക്ഷമുള്ളതിനാൽ മനസ്സിലുള്ള പല വിഷമങ്ങളും ഒഴിയുകയും ധനപരമായ അല്പം നേട്ടങ്ങൾ, തൊഴിൽപരമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ ഒഴിയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. മറ്റൊരു നക്ഷത്രം മകം. മകം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങളാണ് ശനിദേവന്റെ കടാക്ഷത്താൽ വന്നു ചേരുക. സാമാന്യമായ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ തൊഴിൽ മേഖല, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ധനപരമായ കാര്യങ്ങൾ, അത് ലോണാണ് എങ്കിൽ പോലും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അയവ്, ബുദ്ധിമുട്ടുകളിൽ അയവ് വന്ന് ചേരുന്നതായ സമയമാകുന്നു. പല പ്രശ്നങ്ങളും വ്യവഹാരങ്ങളും തീർപ്പാക്കുവാൻ രമ്യതയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നാട്ടിലേക്ക് തിരികെ വരാനോ വിദേശത്തേക്ക് പോകുവാനോ ഉള്ള അവസരങ്ങൾ പോലും വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ഈ സമയം വാങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ, വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം ചിന്തകൾ പോലും മനസ്സിലേക്ക് കടന്നു വരാം. കുടുംബത്തിൽ ഈ സമയം അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അത് കുടുംബത്തിലുള്ള വ്യക്തികളുടേതാണ് എങ്കിൽ പോലും ശ്രദ്ധ പുലർത്തണം. മാനസികപരമായ പ്രശ്നങ്ങൾ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറയാം. ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം മുന്നേറുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായ സമയമാകുന്നു. പ്രത്യേകിച്ചും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി ഭവിക്കും. പിതൃസ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹോദരന്മാരുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ രംഗം കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രവേശനം, അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കുക, ബിസിനസ്സിൽ പ്രവേശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. പുതിയ കോഴ്സുകൾക്ക് അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്ത് തൊഴിൽ, പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ദാമ്പത്യ രംഗത്ത് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇഷ്ടക്ഷേത്രങ്ങളിൽ അഥവാ തീർത്ഥാടനത്തിന് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം അത്തരം കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. ശനീശ്വരന്റെ കടാക്ഷമുള്ളതിനാൽ തന്നെ തടസ്സങ്ങൾ അകലുകയും രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിയുകയും ചെയ്യുന്നതായ സമയമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. വിശാഖം നക്ഷത്രക്കാർക്കും ശനി ജയന്തി മൂലം അനുകൂലമായ ഫലങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. ഇവർക്ക് പല കാര്യങ്ങളിലും ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ലാഭം ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഉദ്യോഗസ്ഥർക്ക് ഉന്മേഷം വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം ജോലി ലഭിക്കുവാനും
ജോലിയുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാവുന്നതാകുന്നു. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റ് കാരണങ്ങളാലോ ആകാവുന്നതാണ്. അതിനുള്ള സാധ്യതകളുമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ കലാകാരന്മാർക്കും മറ്റുള്ളവർക്കും പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയമാകുന്നു. വീടുമായി ബന്ധപ്പെട്ട്, വാഹനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പല വഴികളും തുറക്കുവാനുള്ള സാധ്യതകളുണ്ട്. ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലും പരിഹരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ധനപരമായും വിദ്യയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് പറയാം. ഇവർക്ക് പൊതുവെ സമയം ശനി ജയന്തി മുതൽ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ശരിയായ രീതിയിൽ ഇവർ പ്രവർത്തിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം. ശനി ജയന്തി മൂലം ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും സംഭവിക്കാനുള്ള സാധ്യതകൾ അഥവാ പ്രത്യേകമായി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത്, നിങ്ങൾക്ക് ന്യായമായ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാത്തതോ ആയ പ്രശ്നങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കാം. ചില ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ, എങ്ങനെ മുന്നോട്ട് പോകണം തുടങ്ങിയ ചിന്താക്കുഴപ്പങ്ങളുണ്ട് എന്ന് പറയാം. അത്തരം ആശയക്കുഴപ്പങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ ഒരു സമയമാണ് എന്ന് പറയാം. ഈ സമയം ഏതൊരു കാര്യത്തിലും കാര്യാലോചനകൾ അനിവാര്യമാകുന്നു. ഒരു കാര്യത്തിലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ അധ്വാനത്തിന് അനുസരിച്ചുള്ള അംഗീകാരങ്ങൾ, പ്രതിഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും യാത്രകൾക്കുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അത് പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തൊഴിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾക്ക് മംഗള കർമ്മങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മംഗളകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ തീരുമാനങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം നിങ്ങൾക്ക് ധനപരമായും വിദ്യയുമായി ബന്ധപ്പെട്ടും തൊഴിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മനസന്തോഷവും അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ചയും നേടുവാൻ സാധിക്കും. ശനി നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമാണ്. മറ്റൊരു നക്ഷത്രം മൂല നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സംഘടനകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മാനസികപരമായി ഉണ്ടായിരുന്ന പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും ഉണർവോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ഗാർഹികമായ പല രീതിയിലുള്ള ക്ലേശങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാൽ പോലും അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. വിദ്യയിൽ ഉയർച്ച നേടുക, ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക, വിദേശത്തും നാട്ടിലും തൊഴിൽ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, തൊഴിലിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മാനസികപരമായ പല പ്രശ്നങ്ങളും പല രീതിയിലുള്ള ടെൻഷനുകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് ഈ സമയം. ചില സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം അല്ലെങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം.
എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ലാത്ത ഒരു സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ, ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലമുള്ള ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. പൂരാടം നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത്. കൃത്യതയോടെ പ്രവർത്തിക്കുവാനും അഭിനന്ദനങ്ങൾ നേടുവാനും സാധിക്കും. ഏതൊരു കാര്യവും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്യുവാനും ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ ആർജവത്തോടെ എടുക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടായി എന്ന് വരാം, എന്നാൽ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ അത് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാകുന്നു. ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുകയോ സമയം നീട്ടി കിട്ടുകയോ ചെയ്യാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ശരിയായ രീതിയിൽ തന്നെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ചുമതലകൾ പൂർത്തിയാക്കുവാനും മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. എപ്പോഴും നിങ്ങൾ സ്വയം വിശകലനം ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ്. ധനപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അയവ് സംഭവിക്കുന്നതായ സമയമാണ് ഇത്. കാര്യങ്ങൾ ചെയ്യുവാൻ കൂടുതൽ അനുകൂലമായ സമയം. അതിനാൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് ശനി ജയന്തി മൂലം അനുകൂലമായ ചില കാര്യങ്ങൾ, ആശ്വാസകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. മാനസികപരമായ പല പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ അയവ് സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ കടന്നു വരാം. പുതിയ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. വിദ്യയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ, പുതിയ കരാറുകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ് വിപുലീകരണത്തിനും സാധ്യത അനുകൂലം തന്നെയാകുന്നു. ചില ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കച്ചവടവുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കാം. വിദ്യയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുക, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിൽ പൊതുവെ ശനി മൂലം ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. ഈ നക്ഷത്രക്കാർ ഏവരും പ്രത്യേകിച്ചും പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ ശനീശ്വരനെ ആരാധിക്കുന്നതിനോടൊപ്പം ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഈ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാകുന്നു. ശനി പ്രീതി വർദ്ധിക്കുന്നതിനും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതിനും അത് വഴിയൊരുക്കും എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും പരമശിവന്റെയും ശാസ്താവിൻ്റെയും ഹനുമത് മന്ത്രങ്ങൾ ജപിക്കുന്നതും ഓം ശം ശനീശ്വരായ നമഃ എന്ന ശനീശ്വരന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോവുക.